ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സായി. ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. 29 വയസ്സേ ഫാത്തിമയ്ക്കുള്ളൂ. നിന്നെ പോലെ 40ഉം 50ഉം 60ഉം വയസ്സൊന്നുമില്ല. ആകെയുള്ളത് 29 വയസ്സ്. ആ 29 വയസ്സുകാരി കുളിച്ചൊരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാ. ഉമ്മ നിന്നതുപോലെ, ഖദീജ ബീബിയായ തന്റെ ഉമ്മ കുളിച്ചൊരുങ്ങി നിന്നതുപോലെ ഉമ്മ 65ാമത്തെ വയസ്സിലാണ് കുളിച്ചൊരുങ്ങിയിട്ട് നിന്നത്. ഫാത്തിമ ബീബി 29ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. അവിടെന്ന് സലാം പറഞ്ഞു. സലാം അടക്കി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. അതാ ഭക്ഷണം വിളമ്പി. അലിയാർ തങ്ങളോട് ഫാത്തിമ ബീബി ചോദിച്ചു, അലിയേ എനിക്കും വാരിത്തരുമോ അലിയേ? രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഫാത്തിമ ചോദിച്ചു, ഞാൻ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ ഫാത്തിമ ബീബി തലവെച്ച് കിടക്കുകയാ. അലിയാർ തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ്. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ, നീ എന്നെ വല്ലാതെ നോക്കുന്നല്ലോ. അലിയാർ തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഫാത്തിമ 29ാമത്തെ വയസ്സിൽ പറയുകയാ, അലിയേ എനിക്ക് പൊരുത്തം തരണേ അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. എന്റെ മരണമടുത്തിരിക്കുകയാണ്, എന്റെ മരണമടുത്തിരിക്കുകയാണ്. പടച്ചവനെ, അലിയാർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ഫാത്തിമ ബീബി യാത്ര പറയുകയാണ്. തന്റെ ഹസനിനെയും ഹുസൈനിനെയും പിടിച്ചിട്ട് അലിയാർ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മക്കളെ തല്ലരുത്, എന്റെ മക്കളെ വേദനിപ്പിക്കരുത്. ഖദീജ ഉമ്മ, ആയിഷ ഖദീജ ഉമ്മ ഫാത്തിമ ബീബിയുടെ കൈപിടിച്ച് നബി തങ്ങളോട് പറഞ്ഞ വാക്ക്. ഫാത്തിമ തന്റെ മക്കളുടെ കാര്യം ഭർത്താവിനോട് പറയുന്നു, എന്റെ ഹസനിനെയും ഹുസൈനിനെയും അടിക്കല്ലേ അലിയേ, വേദനിപ്പിക്കല്ലേ അലിയേ, എന്റെ മക്കളെ കരയിപ്പിക്കരുത്. പടച്ചവനെ, അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, വഅദ് കേൾക്കാമെന്ന പെങ്ങളെ, വഅദിന് വരുമ്പോഴും തലമറയ്ക്കാൻ നിനക്ക് മടിയാ. തലമറയ്ക്കുന്നതും മറയ്ക്കാത്തതും എന്റെ അവകാശമാണെന്ന് പറയുന്നവരുണ്ടല്ലോ. എങ്കിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയുവോ? അലിയേ, ഞാൻ മരിച്ചാ എന്നെ രാത്രിയിലെ കബറടക്കാവൂ, എന്നെ പകല് കബറടക്കരുത്, എന്നെ പകല് കബറടക്കരുത്. എന്തേ ഫാത്തിമ, എന്തേ പകല് കബറടക്കിയാൽ എന്താ? ഫാത്തിമ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, എന്റെ ജനാസ പൊതിയുന്നത്, എന്റെ ജനാസ ചുമക്കുന്നത്, എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ. എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ, അവരെന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്നെ രാത്രിയിലെ ഖബറടക്കാവൂ. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, ഖബറിലിറക്കുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഈ ഫാത്തിമയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. നീ ആരെന്നറിയുവോ? വളാഞ്ചേരിയിലെ കടയിൽ പോയിട്ട് ഫർദ ഇട്ട് നോക്കിയിട്ട് വാങ്ങുന്നവളാ. നീ ഫർദ ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ആ ഫർദ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ പെങ്ങളെ? ഇറുക്കമുള്ളതാകാൻ, നിന്റെ ശരീരം കാണാൻ നല്ല ഇറുക്കമുള്ളതാക്കാൻ രണ്ടാമത് സ്റ്റിച്ചിട്ടിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. തലമറയ്ക്കാൻ നിനക്കും മടിയാണ്. ഇന്ന് തലമറയ്ക്കാൻ നിനക്കും മടിയാ. പ്രായമുള്ള ഉമ്മമാര് പോലും ഇന്ന് തലമറയ്ക്കാത്ത
കാലവാ. അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന പെങ്ങള്, അത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ. ഇന്ന് ഫർദയിട്ട പെണ്ണ്, ഇന്ന് തലയിൽ തുണിയിടുന്നതൊരു ഫാഷനായടോ. ഇന്ന് പെണ്ണ് തലയിലല്ല ഷാളിടുന്നത്. ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ വല്ലാത്ത സങ്കടം തോന്നുന്ന കാലവാ. 16, 18, 20, 25 വയസ്സുള്ള പെണ്ണുങ്ങളെ കാണിച്ചാ പറയാം അവര് ചെറുപ്പക്കാരാ, അവർക്ക് പക്വതയില്ലാത്തത് കൊണ്ടാ ചെയ്യുന്നതെന്ന്. ഈ 40 കഴിഞ്ഞ നിനക്കിനിയെന്ന് പക്വത വരാനാ ഉമ്മ. ഇനി ഏത് കാലത്താ നീ നന്നാകുന്നത്? 40 കഴിഞ്ഞ ഏത് മനുഷ്യനും നന്നാകുമല്ലോ. പക്ഷേ ഇന്നത്തെ ഉമ്മമാർക്കത് മാറ്റമില്ലല്ലോ. ഫാത്തിമ ബീവി പറയുകയാണ്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല 29ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറയുമ്പോ പെങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ലോകത്തോട് യാത്ര പറയുകയാണ്. ലോകത്തോട് യാത്ര പറയുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ ജനാസ കൊണ്ടുപോയി ജന്നത്തിൽ ബഖീയിലെ ഖബറടക്കി. രാത്രിയായപ്പോ അലിയാര് തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു രാത്രി പോലും തന്റെ ഭാര്യയില്ലാതെ കിടക്കാൻ പറ്റുന്നില്ല. അലിയാര് തങ്ങൾ എഴുന്നേറ്റ് ഓടുകയാണ്. പാതിരാത്രി എഴുന്നേറ്റ് ജന്നത്തിൽ ബഖീ എന്ന് പറയുന്ന ഖബർസാറിൽ ചെന്നിട്ട് തന്റെ ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് അലിയാര് തങ്ങൾ പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് അലിയാര് തങ്ങൾ സലാം പറയുകയാ. ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ ഖബറിനകത്ത് കിടക്കുന്ന ഭാര്യയുടെ ചാരത്ത് ചെന്നിട്ട് സലാം പറയുകയാ. സലാം അടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്നോട് പിണക്കമാണോ? നീ എന്നോട് പിണങ്ങിയോ ഫാത്തിമ? നീ എന്നോട് പിണക്കമാണോ ഫാത്തിമ? ഒന്ന് സലാം അടക്കു ഫാത്തിമ, പിണങ്ങല്ലേ എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. പടച്ചവനെ, രണ്ടാമതും സലാം അടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങള് ഖബറിന്റെ മുകളിൽ ഇരുന്നിട്ട് ചോദിക്കുകയാ, ഖബറേ എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയോട് പറ സലാം അടക്കാർ, എന്റെ ഫാത്തിമയോട് പറ സലാം അടക്കാർ. എന്റെ പടച്ചവനെ, അലിയാര് തങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാര് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ജീവിതത്തിൽ എനിക്ക് 2 നഷ്ടമുണ്ടായി. എന്റെ ജീവിതത്തിൽ എനിക്ക് 2 നഷ്ടമുണ്ടായി. എന്താണ് 2 നഷ്ടമെന്നറിയോ? ഒന്നാമത്തെ നഷ്ടം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താ. അലിയാര് തങ്ങൾ പറയുകയാ, എനിക്ക് 2 നഷ്ടമാണ് ഉണ്ടായത്. ഒന്ന്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം, അവിടുത്തെ വഫാത്ത് എനിക്കുണ്ടായ വല്ലാത്ത നഷ്ടമാണ്. രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? ഫാത്തിമ, നബിതങ്ങൾ മരിച്ചതിന് ശേഷം, അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്തായതിനു ശേഷം പിന്നെ ഒരിക്കൽ പോലും ഫാത്തിമ ചിരിച്ചിട്ടില്ല. അലിയാര് തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മരിക്കുന്നത് വരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഫാത്തിമയുടെ ചിരിയും പോയി. നബി തങ്ങൾ വഫാത്തായപ്പോ നബി തങ്ങളും പോയി, എന്റെ ഫാത്തിമയുടെ സന്തോഷവും പോയി. മരിക്കുന്നത് വരെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് ചിരിച്ചിട്ടില്ലെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, ഈ ഫാത്തിമയാണ് നീ പഠിക്കേണ്ടത്. ഈ ഫാത്തിമയുടെ ജീവിതമാണ് പഠിക്കേണ്ടത്. ആ ഫാത്തിമയുടെ ജീവിതത്തിൽ നിനക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഉപ്പമാർക്ക് പഠിക്കാൻ, ഉമ്മമാർക്ക് പഠിക്കാൻ, പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ,
എന്റെ ഫാത്തിമാനെ നിങ്ങൾ സ്നേഹിച്ച അവരെ ഞാനും സ്നേഹിക്കും, അവരെന്നെ സ്നേഹിച്ചവരെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവേ ആ ഫാത്തിമയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളുടെ ജീവിതമാണ്. ഫാത്തിമ ബീബിയും അലിയാർ തങ്ങളും ജീവിച്ചിരുന്നത് കുടുംബ വീടിന്റെ സൈഡിൽ ഒരു ഷെഡിനകത്താണ്. സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളെ താമസിച്ചിരുന്നത് കുടുംബ വീടിന്റെ സൈഡിൽ ഒരു ഷെഡ് ഇങ്ങനെ വളച്ചു കെട്ടിയിട്ട് ആ ഷെഡിനകത്താണ് രണ്ടുപേരും ജീവിച്ചിരുന്നത്. വല്ലാത്ത പ്രയാസമായിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കഷ്ടപ്പെട്ടാണ് രണ്ടുപേരും ജീവിക്കുന്നത്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് ത്യാഗത്തോടു കൂടിയാണ് ജീവിച്ചത്. ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് പടച്ചവനെ കലഹമുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഉമ്മയെയും മകനെയും പരസ്പരം തമ്മിലടിപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാണ്. കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെ കൂടപ്പിറപ്പുകളുമായി സന്തോഷത്തോടു കൂടി കുടുംബ വീട്ടിൽ കഴിയുമ്പോ ചില പെണ്ണുങ്ങൾ ചെന്നാ പടച്ചവനെ ഉമ്മയെയും മകനെയും രണ്ടാകുകയാണ്. പെങ്ങളെ പഠിക്കണം പൊന്നുമോള്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടവിടെ കഴിയുകയാണ്. ഒരു ദിവസം അലിയാര് തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് അലിയാര് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ഒരുപാട് കാലമായില്ലേ നമ്മൾ ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായില്ലേ ഫാത്തിമ, ഞാൻ പാവപ്പെട്ടവനാ ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീബിയോട് ചോദിക്കുകയാണ്, സ്വന്തമായിട്ട് വീട് വെച്ച് മാറണ്ടേ ഫാത്തിമ? അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അലിയേ എനിക്കും ആഗ്രഹമുണ്ട്, എനിക്കും സ്വന്തമായിട്ട് വീട് വെച്ച് മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയുവോ? പഠിക്കു പെങ്ങളെ, നിങ്ങളുടെ ഉമ്മയുടെയും സഹോദരിമാരുടെയും പീഡനം സഹിക്കാൻ പറ്റാതെയല്ല അലിയാര് തങ്ങളോട് പറയുകയാ, എനിക്കും ഇവിടെ നിന്ന് മാറി ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഞാൻ ഈ വീടിനകത്ത് പട്ടിണി കിടക്കുന്നത് കാണുമ്പോ, തിന്നാ ഭക്ഷണമില്ലാതെ ഞാൻ ഈ വീടിനകത്ത് പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മയ്ക്ക് സഹിക്കുന്നില്ല അലിയേ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാണല്ലോ, ഞാൻ മുത്തുനബിയുടെ മകളാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് തിന്നാൻ ഭക്ഷണമില്ലാതെ വീടിനകത്ത് പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മയ്ക്കും സഹോദരിമാർക്കും സങ്കടമാകുന്നുണ്ട്. നമ്മുടെ കാര്യം അവരറിയണ്ടല്ലോ, നമ്മുടെ കാര്യം എന്തിനാ അവരറിയുന്നത്? അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അലിയേ, അല്ലാതെ അവരെ വിട്ടിട്ട് പോകാനുള്ള കൊതി കൊണ്ടല്ല. ഇങ്ങനാ ഭാര്യ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഞാനൊരു വഴി പറഞ്ഞു തരാ, നമുക്ക് സ്വന്തമായിട്ട് മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നീ നിന്റെ വാപ്പാന്റെ അടുക്കൽ പോകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് നീ പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് നീ പറയണം, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്വഹാബിയാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് രണ്ട് വീടുണ്ട്. ഒരു
ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. നീ നബിതങ്ങളോട് ചെന്ന് പറഞ്ഞ അള്ളാന്റെ റസൂല് ചോദിച്ചാൽ ആ സഹാബി ആ വീട് നിനക്ക് തരും, നമുക്കവിടെ സന്തോഷത്തോടെ ജീവിക്കാം. അതുകൊണ്ട് നീ ചെന്നിട്ട് നബിതങ്ങളോട് പറയടേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മനസ്സില്ല മനസ്സോട് ഭർത്താവ് പറഞ്ഞതാണല്ലോ, മനസ്സില്ല മനസ്സോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വാപ്പ മകളെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാ. പെൺമക്കളുള്ള ഉപ്പമാര് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ ബീബി വന്ന നബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. വാപ്പാ, അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകളായ ഫാത്തിമ വന്ന നബിതങ്ങൾ എഴുന്നേക്കുമായിരുന്നു, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു. ഇതുപോലെ ഒരു മതമുണ്ടോ? പെണ്ണുങ്ങൾ ആദരിച്ച ഏതെങ്കിലും ഒരു മതമുണ്ടോ? ഫാത്തിമ എന്ന പൊന്നുമകള് വരുമ്പോ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, നബിതങ്ങളെ ചുംബനം കൊടുക്കുമായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമകളോട് ചോദിച്ചു, എന്തേ ഫാത്തിമ? വാപ്പാ, ഞാനൊരു കാര്യം പറയാമെന്നതാ. വാപ്പയോട് ഫാത്തിമ ബീബി പറയുകയാ, എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണെന്നറിയുമല്ലോ, വാപ്പ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല വാപ്പാ. വാപ്പയുടെ വാപ്പാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് 2 വീടുണ്ട് വാപ്പാ. ഒരെണ്ണം ചുമ്മാതെ കിടക്കുകയാണ്, ഒരെണ്ണം വെറുതെ കിടക്കുകയാണ്. വാപ്പ ചോദിച്ചാൽ ആ സ്വഹാബി തരുമല്ലോ, എനിക്കൊന്ന് ചോദിച്ചു വാങ്ങിച്ചു തരുമോ വാപ്പാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് കരയുകയാ, അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. പടച്ചവനെ, കേറിക്കടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിന്റെ പേര് സഹാബിയോട് ചോദിച്ചു ഒരു വീട് വാങ്ങിത്തരണമെന്ന് തന്റെ മകള് പോയി പറയുമ്പോ അള്ളാന്റെ റസൂല് കരയുകയാ. എന്തേ ഉപ്പാ കരയുന്നത്? എന്തേ ഉപ്പാ കരയുന്നത്? ഫാത്തിമ, ഞാൻ ഇന്ന് വരെ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല ഫാത്തിമ. ഞാൻ ഇന്ന് വരെ ആരോടും ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഫാത്തിമ. എനിക്ക് ചോദിക്കാൻ ലജ്ജയാ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ കണ്ണ് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വേണ്ട നബിയേ, എന്റെ ഉപ്പാരോടും ചോദിക്കണ്ട, എന്റെ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് വന്നതാണ്, എന്റെ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് വന്നതാണ്, എന്റെ ഉപ്പാരോടും ചോദിക്കണ്ട. പടച്ചവനെ, ഫാത്തിമ ബീവി സംസാരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോകുമ്പോ ഇതൊക്കെ ഒരു സഹാബി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സംസാരിക്കുന്നത് ഒരു സഹാബി കേൾക്കുകയാണ്. ആ സ്വഹാബി ഓടിച്ചെന്നിട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് ഈ സംഭവം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുകയാ, മാ ഹത്തു മിൻ അഹബ്ബു ഇലയ്യ. ആ സഹാബി പറയുന്നു, നബിയേ, ചോദിച്ച എന്നോട് ചോദിക്കാൻ എന്തിനാ നബിയേ, ലജ്ജ എന്തിനാ? 2 വീടുമെങ്കിലും ഞാൻ തരുമല്ലോ, എന്റെ 2 വീട് വേണമെങ്കിലും ഞാൻ തരാ നബിയേ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, യാ റസൂലല്ലാഹ്, ആ വെറുതെ കിടക്കുന്ന വീട് ഫാത്തിമയ്ക്ക് ഞാൻ കൊടുക്കാൻ നബിയേ. അങ്ങനെ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി 2 വീടിൽ നിന്ന് 1 വീട് അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുകയാണ്, തന്റെ പൊന്നാര മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ. പടച്ച റബ്ബേ,
ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ നബി തങ്ങൾ ഒരു ചെറിയ കട്ടിൽ കൊടുത്തു, വിരിപ്പ് കൊടുത്തു, പാത്രം കൊടുത്തു, അല്ലാഹുവേ ഒരു അരകല്ല് കൊടുത്തു. ഇങ്ങനെ തുച്ഛമായത് മാത്രമാണ് ഈ ലോകത്തിന്റെ നേതാവിന്റെ പൊന്നാര മകളുടെ വീടിനകത്തുണ്ടായിരുന്നത്. വീട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊട്ടാരം പണിയുന്നവരുണ്ട്. ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ, ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ച വീട് വെക്കാൻ കൊതിക്കുന്നവരെ, ലക്ഷങ്ങളെ ചെലവഴിക്കുന്നവരെ, ലോൺ എടുക്കുന്നവരെ, പലിശയ്ക്കെടുത്ത് വീട് വെക്കുന്ന പെങ്ങളെ, ഈ ചരിത്രം നല്ലതുപോലെ പഠിച്ചോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാനുള്ള ആഗ്രഹം അല്ലാഹു കൊടുക്കും. കല്ലിലും മണ്ണിലും ഉള്ള ആഗ്രഹം കൊടുക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും. വീട് വെച്ച് അവൻ നശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ കൊല്ലങ്ങളായി വീട് വെക്കുന്നവരുണ്ട്. കെട്ടുകയാ ഇടിക്കുകയാ, കെട്ടുകയാ ഇടിക്കുകയാ, കടമെടുത്തു, പലിശക്കെടുത്തു, ലോണെടുത്ത് വീട് വെച്ചിട്ട് ഒരു ദിവസം പോലും അതിനകത്ത് കടക്കാൻ പറ്റാതെ പോയവരില്ലേ? ഒരു വീട് വെച്ചിട്ട് അവസാനം അതിന്റെ പ്രമാണം കൊണ്ടുപോയി കൊണ്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നില്ലേ? ജപ്തി ചെയ്യേണ്ട അവസ്ഥ വന്നില്ലേ? സർവ്വതും തകർന്നില്ലേ? അതുകൊണ്ട് കൊട്ടാരം പണിയുന്നവരെ, വീട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. വീടൊരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആവശ്യത്തിന് മതിപങ്ങള്, ആവശ്യത്തിന് മതിപങ്ങള്. ആർഭാടങ്ങള് കൂടുമ്പോ അത് നിനക്ക് നല്ലതായി വരില്ല പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്. അങ്ങനെ പടച്ചവനെ രണ്ടുപേരും ജീവിക്കുകയാണ്. വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത പ്രയാസമാണ്. ഫാത്തിമ ബീവിക്ക് വല്ലാത്ത പട്ടിണിയാണ്. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ, തൃപ്തിപ്പെടാൻ മനസ്സില്ലാത്തവരുണ്ടല്ലോ. സഹോദരിമാരെ, ചില പെണ്ണുങ്ങൾക്ക് വല്ലാത്ത ആർത്തിയാ. പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൊന്നാര മകളായ ഫാത്തിമ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ കയ്യൊക്കെ ജോലി ചെയ്ത് പൊട്ടി വാപ്പാ, എന്റെ കയ്യൊക്കെ ജോലി ചെയ്ത് പൊട്ടി വാപ്പാ. വാപ്പ തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിക്കുകയാ. ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു കൊടുക്കുകയാണ്. വീടിനകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് പൊട്ടിയ കയ്യുമായിട്ട് വാപ്പയുടെ മുമ്പിൽ ചെന്ന് കാണിച്ചു കൊടുത്ത മകളോട് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? വാപ്പ ഇങ്ങനെയാകേണ്ടത്, ഒരു വാപ്പ ഇങ്ങനെയാകേണ്ടത്. ഭാര്യയും ഭർത്താവുമാകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാകും, വഴക്കുകൾ ഉണ്ടാകാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാകാം. നിന്റെ വീട്ടിലുള്ളത് പോലെ അവിടെ ഉണ്ടാകണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് കൈ പൊട്ടിയിട്ട് രക്തമൊലിക്കുന്ന രീതിയിൽ വാപ്പയെ കാണിച്ചിട്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുവോ? ഫാത്തിമ, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ, നിന്റെ ഭർത്താവിന്റെ തുണി കഴുകി കൊടുത്താൽ, നിന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഇതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനെ ഒരു ശീലം എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളും അലിയാരിതങ്ങളും നിനക്കറിയുമോ? വല്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേർക്കും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ, 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ നോക്കുമ്പോ ഫാത്തിമ
ബീവിയുടെ വീടിനകത്ത് കിടന്നു കുഞ്ഞുങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൂ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പള്ളിക്കകത്ത് കയറി. കരച്ചില് തീരുന്നില്ല. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ കരച്ചലാട്. നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കൂ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, കരച്ചില് തീരാതെ വന്നപ്പോ നബി തങ്ങൾക്ക് ദേഷ്യമായി. കുഞ്ഞുങ്ങൾ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത് കടന്നു വരികയാണ്. എന്നിട്ട് ചോദിച്ചു, നിനക്ക് കരുണയില്ലേ? ഈ മക്കള് കിടന്ന് കരയുന്നത് കണ്ടില്ലേ? എന്തേ നീ ഇവർക്ക് പാല് കൊടുക്കാത്തത്, ഭക്ഷണം കൊടുക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാ. എന്തിനാ മോളെ കരയുന്നത്? എന്തിനാ മോളെ കരയുന്നത്? വാപ്പാ പട്ടിണിയാ, വാപ്പാ പട്ടിണിയാ, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ. എന്റെ മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മക്കള് എന്റെ മാറിടത്തിൽ പാല് കുടിക്കാൻ നോക്കിയിട്ട് എന്റെ പാല് കിട്ടാതെ എന്റെ മാറിടത്തിൽ നിന്ന് രക്തം വരുന്നു നബിയേ. കഴിക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മാറിടത്തിലെ പാല് വറ്റിപ്പോയി പെങ്ങളെ. ഫാത്തിമ ബീബിയുടെ മാറിടത്തിൽ കടിച്ചിട്ട് രക്തം ഇങ്ങനെ വരികയാണ്. ഒരു വാപ്പയല്ലേ നബിതങ്ങള്? അല്ലാഹുവിന്റെ റസൂൽ ഒരു വാപ്പയല്ലേ? നബിതങ്ങളുടെ കണ്ണ് നിറയുകയാ. പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ ലോകത്തിന്റെ നേതാവ് ഇറങ്ങി നടക്കുകയാണ്. തന്റെ പൊന്നാര മകളുടെ അവസ്ഥ കണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ആ മനുഷ്യനറിയില്ല ഇത് മുഹമ്മദ് നബിയാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം കോരി നനച്ചാ ഞാൻ കാരയ്ക്ക് തരാ. അല്ലാഹുവിന്റെ റസൂൽ തൊട്ടിയും കയറുമെടുത്തു. കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരുകയാ. അല്ലാഹുവിന്റെ റസൂല് വെള്ളം കോരുകയാണ്. വെള്ളം കോരും മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കും. അങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണു. നബിതങ്ങളുടെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണു. യഹൂദി എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാ. നബിതങ്ങളുടെ മുഖത്തടിച്ചടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിച്ചു. തൊട്ടി കിണറ്റിലിട്ടതിന്റെ പേരിൽ നബിതങ്ങളെ തല്ലിയടോ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. അവസാനം കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് നബിതങ്ങൾ ചോദിച്ചു, എന്റെ കൂലി തരാര്? തല്ലിയവന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കാരക്ക വെച്ച് കൊടുക്കുമ്പോ നബിതങ്ങൾ ഓടുകയാ. ഹസനും ഹുസൈനും കടന്ന് കരയുകയാ. നബിതങ്ങൾ ആ കൊച്ചുമക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തടോ. അവിടുന്ന് ചവച്ചരച്ച് നബിതങ്ങൾ ആ മക്കൾക്ക് കൊടുക്കുകയാണ്. പടച്ചവരെ, ഈ വയല് കേൾക്കാമെന്ന പെങ്ങള് അല്ലാഹ് അതുപോലെ ഒരവസ്ഥ നിനക്ക് തന്നില്ലല്ലോ മോളെ. എന്തേ നിനക്ക് തൃപ്തിപ്പെടാൻ കഴിയാത്തത്? അല്ലാഹ് ഒരുപാട് നിഅമത്ത് ചെയ്തില്ലേ? അല്ലാഹ് നിനക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു മോളെ. എന്നിട്ടും നീ മതിമറന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു നല്ല വാക്ക് പറയാത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മക്കൾക്ക് കൊടുത്തിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലേക്ക് ബാക്കി വന്ന കാരയ്ക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ
നിന്റെ ഭർത്താവിനെ വേദനിപ്പിക്കല്ലേ ഫാത്തിമ, നിന്റെ ഭർത്താവിനെ നീ വേദനിപ്പിക്കല്ലേ ഫാത്തിമ. ആ മനുഷ്യന്റെ പൊരുത്തമുണ്ടെങ്കിലേ നീ സ്വർഗത്തിലേക്ക് കടക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ അവസ്ഥയിൽ പോലും തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, വാപ്പ ഇങ്ങനെയാകണം, ഒരു വീട്ടിലെ വാപ്പ ഇങ്ങനെയാകണം. കെട്ടിച്ചു വിട്ട മകള് പല പരാതിയുമായിട്ട് വരുമ്പോ ഇന്ന് വല്ലാതെ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. നിസാര കാര്യങ്ങളുടെ പേരില് നിസാര കാര്യങ്ങൾ പറഞ്ഞു 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 ഒരിക്കലും ഒരിക്കലും ചേരാത്ത രീതിയിൽ പരസ്പരം മുറിച്ചു കളയുകയാ. ഭാര്യക്കും ഭർത്താവിനും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുടുംബക്കാര് സമ്മതിക്കൂല, മാതാപിതാക്കള് സമ്മതിക്കൂല. എത്ര അനുഭവങ്ങളുണ്ടോ ഈ ഉസ്താദന്മാർക്കറിയാ. ഇവരൊക്കെ പള്ളികളിൽ പടച്ചവനെ മസ്ലഹത്തിലിരിക്കുന്നവരാണ്, കുടുംബക്കാർക്കാണ് വാശി. ഭാര്യയെയും ഭർത്താവിനെയും ജീവിക്കാൻ സമ്മതിക്കാത്ത കുടുംബക്കാരുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തൃപ്തിപ്പെടണേ പെങ്ങളെ, അല്ലാഹ് ചെയ്ത നിഅമത്തിനെ നോക്കണേ. നീ മുകളിലേക്ക് നോക്കരുത്, നിന്റെ അയൽവാസിയുടെ കൊട്ടാരത്തിലേക്ക് നോക്കരുത്, നിന്റെ താഴേക്കുള്ളവരെ നോക്ക്. എത്രയോ പാവങ്ങൾ, തിന്നാനില്ലാത്തവർ, കുടിക്കാനില്ലാത്തവർ, ധരിക്കാനില്ലാത്തവർ, എത്ര പാവങ്ങളാണ്. എന്തേ ചിന്തിക്കാത്തവർ? നീ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നവരല്ലേ. പടച്ചവനെ ഇന്ന് ഫലസ്തീൻ ജനതയുടെ അവസ്ഥ നിങ്ങൾ കാണുകയാണ്. എത്രയോ പേരാണ് സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നത്. എല്ലാം തകർന്ന് തരിപ്പണമായല്ലോ. തിന്നാനില്ല, കുടിക്കാനില്ല, പടച്ചവനെ കടിക്കാൻ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ മക്കൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവ്വതും നഷ്ടപ്പെട്ടു പോയടോ. അതാ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചില്ലേ, അല്ലാഹുവേ തന്റെ ശരീരത്തിലെ കാല് മുറിച്ചു മാറ്റാൻ അനസ്തേഷ്യ കൊടുക്കാൻ പോലും മരുന്നില്ലാതെ പച്ചയായ ഒരു കുഞ്ഞിന്റെ കാല് മുറിച്ച വാർത്ത വായിച്ചവരാണ്. എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? അല്ലാഹ് ചെയ്ത നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കണോ. അല്ലാഹ് നിനക്ക് പണം തന്നില്ലേ, വീട് തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, സമാധാനം തന്നില്ലേ, കഴിക്കാനുള്ള ഭക്ഷണം തന്നില്ലേ? ഇതൊന്നുമില്ലാതെ എത്രയോ പേര് കടന്ന് ജീവന് വേണ്ടി മല്ലടിക്കുന്നയാള്. അല്ലാഹുവേ നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ, അവരെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകനെന്ന വാപ്പയെ പോലെയാകൂ. തന്റെ പൊന്നാര മകൾ അവിടുന്ന് ഉപദേശിക്കുകയാണ്, അവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് രോഗിയായി, ഇനി വിധങ്ങൾക്ക് രോഗം പിടിപെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകനതാ അവസാനം ആയിഷ ബീബിയുടെ വീടിനകത്ത് കിടക്കുകയാണ്. രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് ചോദിച്ചു, അലിയേ ഞാൻ എന്റെ ഉപ്പാന്റെ ചാരത്ത് പൊക്കോട്ടെ, എന്റെ വാപ്പാനെ ഞാൻ പോയിട്ട് നോക്കട്ടെ? അലിയാര് തങ്ങൾ അനുവാദം കൊടുത്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു വരികയാ. രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പയെ കാണാൻ പോകാൻ ഫാത്തിമ ഭർത്താവിനോട് അനുവാദം ചോദിക്കുകയാണ്. പെങ്ങളെ പഠിക്കണം പെങ്ങളെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങി കറങ്ങുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ചോദിക്കാതെ പുറത്തു പോകുന്നവരുണ്ടല്ലോ. നീ തിരിച്ചു വരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കും പെണ്ണേ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകരുത്. അത് ഗൾഫിലുള്ളവരാകട്ടെ ആരുമാകട്ടെ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ അനുവാദമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകൾ ചോദിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു ചെന്നോ. എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്ന നിബിധങ്ങള് കിടക്കുകയാണ്. കാരണം രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. എഴുന്നേക്കാൻ പറ്റുന്നില്ല. നിബിധങ്ങൾ അടുത്ത് വിളിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കിടപ്പ് കണ്ടിട്ട് ഫാത്തിമ ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ വാപ്പാടെ മരണമെടുത്തു മോളെ.
വാപ്പാടെ മരണമെടുത്തു മോള്, ഉപ്പാന്റെ മരണമെടുത്തിരിക്കുന്നു. അടയാളങ്ങൾ കണ്ടു. വാപ്പയുടെ മരണമെടുത്തെന്ന് പറയുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് കരയുന്ന മകളെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ കരയണ്ട മോളെ, സങ്കടപ്പെടണ്ട മോളെ, എന്റെ തൊട്ടുപുറകിൽ അടുത്തത് നീയാണ് ഫാത്തിമ. നിബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവനെ ഫാത്തിമ ചിരിക്കുകയാ. മരണം പറഞ്ഞപ്പ ചിരിച്ചവളാ ഫാത്തിമ, മരണം പറഞ്ഞപ്പ ചിരിച്ചവളാ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ എന്ന ഉമ്മയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ഫാത്തിമ കാണുകയാ. അല്ലാഹുവേ, ആയിഷ ഉമ്മാടെ മടിത്തട്ടിൽ കിടന്നിട്ട് നബിതങ്ങൾ ലോകത്തോട് യാത്ര പറയുകയാണ്. ഫാത്തിമ അടുത്തിരുന്നിട്ട് ഉപ്പയുടെ കൈകാലുകൾ തടകുന്നുണ്ട്, തുണിയിൽ വെള്ളം തുടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നബിതങ്ങൾ മരണപ്രാളത്തിൽ കിടന്ന് പിടയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് യാത്ര പറയുകയാ. ഫാത്തിമ തളർന്നടോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തളർന്നു പോയി. കാരണം തന്റെ കരളിന്റെ കഷ്ടമായ ഉപ്പയാണ് പോയിരിക്കുന്നത്. അതാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നിബിതങ്ങളുടെ ജനാസ ഖബറടക്കിയിട്ട് വരുമ്പോ, അനസേ എന്റെ ഉപ്പാന്റെ മുകളിൽ മണ്ണ് വാരിയിടാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു അനസേ? അനസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ കൂടെ 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത സഹാബിയാണ്. ആ സഹാബിയോടാണ് അവിടെ നിന്ന് ചോദിക്കുന്നത്, നിനക്കെങ്ങനെ കഴിഞ്ഞു അനസേ? പടച്ചവനെ, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയുടെ മരണത്തോടുകൂടി തകർന്നു പോവുകയാണ്. പെങ്ങളെ, അവസാനമല്ലാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 29 വയസ്സായി. പെങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സായി. ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. കുളിച്ചൊരുങ്ങിയിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. 29 വയസ്സേ ഫാത്തിമയ്ക്കുള്ളൂ. നിന്നെ പോലെ 40ഉം 50ഉം 60ഉം വയസ്സൊന്നുമില്ല. ആകെയുള്ളത് 29 വയസ്സ്. ആ 29 വയസ്സുകാരി കുളിച്ചൊരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാ. ഉമ്മ നിന്നതുപോലെ, ഖദീജ ബീബിയായ തന്റെ ഉമ്മ കുളിച്ചൊരുങ്ങി നിന്നതുപോലെ ഉമ്മ 65ാമത്തെ വയസ്സിലാണ് കുളിച്ചൊരുങ്ങിയിട്ട് നിന്നത്. ഫാത്തിമ ബീബി 29ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് സലാം പറഞ്ഞു. സലാം അടക്കി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. അതാ ഭക്ഷണം വിളമ്പി. അലിയാർ തങ്ങളോട് ഫാത്തിമ ബീബി ചോദിച്ചു, അലിയേ, എനിക്കും വാരിത്തരുമോ അലിയേ? രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഫാത്തിമ ചോദിച്ചു, ഞാൻ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ ഫാത്തിമ ബീബി തലവെച്ച് കിടക്കുകയാ. അലിയാർ തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ്. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ, നീ എന്നെ വല്ലാതെ നോക്കുന്നല്ലോ. അലിയാർ തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഫാത്തിമ 29ാമത്തെ വയസ്സിൽ പറയുകയാ, അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. എന്റെ മരണമെടുത്തിരിക്കുകയാണ്, എന്റെ മരണമെടുത്തിരിക്കുകയാണ്. പടച്ചവനെ, അലിയാർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ഫാത്തിമ ബീബി യാത്ര പറയുകയാണ്. തന്റെ ഹസനിനെയും ഹുസൈനിനെയും പിടിച്ചിട്ട് അലിയാർ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മക്കളെ തല്ലരുത്, എന്റെ മക്കളെ വേദനിപ്പിക്കരുത്. ഖദീജ ഉമ്മ, ആയിഷ ഖദീജ ഉമ്മ ഫാത്തിമ ബീബിയുടെ കൈപിടിച്ച് നബി തങ്ങളോട് പറഞ്ഞ വാക്ക്. ഫാത്തിമ തന്റെ മക്കളുടെ കാര്യം ഭർത്താവിനോട് പറയുന്നു, എന്റെ ഹസനിനെയും ഹുസൈനിനെയും അടിക്കല്ലേ അലിയേ,
വേദനിപ്പിക്കല്ല അലിയേ, എന്റെ മക്കളെ കരയിപ്പിക്കരുത്. പടച്ചവനെ അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, വഅദ് കേൾക്കാമെന്ന പെങ്ങളെ, വഅദിന് വരുമ്പോഴും തലമറയ്ക്കാൻ നിനക്ക് മടിയാ. തലമറയ്ക്കുന്നതും മറയ്ക്കാത്തതും എന്റെ അവകാശമാണെന്ന് പറയുന്നവരുണ്ടല്ലോ. എങ്കിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയുവോ? അലിയേ, ഞാൻ മരിച്ചാ എന്നെ രാത്രിയിലെ കബറടക്കാവൂ, എന്നെ പകല് കബറടക്കരുത്, എന്നെ പകല് കബറടക്കരുത്. എന്തേ ഫാത്തിമ, എന്തേ പകല് കബറടക്കിയാൽ എന്താ? ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, എന്റെ ജനാസ പൊതിയുന്നത്, എന്റെ ജനാസ ചുമക്കുന്നത്, എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ. എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. അവരെന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്നെ രാത്രിയിലെ ഖബറടക്കാവൂ. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, ഖബറിലിറക്കുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഈ ഫാത്തിമയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. നീ ആരെന്നറിയുവോ? വളാഞ്ചേരിയിലെ കടയിൽ പോയിട്ട് ഫർദ ഇട്ട് നോക്കിയിട്ട് വാങ്ങുന്നവളാ. നീ ഫർദ ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ആ ഫർദ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ പെങ്ങളെ? ഇറുക്കമുള്ളതാകാൻ, നിന്റെ ശരീരം കാണാൻ നല്ല ഇറുക്കമുള്ളതാക്കാൻ രണ്ടാമത് സ്റ്റിച്ചിട്ടിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. തലമറയ്ക്കാൻ നിനക്കും മടിയാണ്. ഇന്ന് തലമറയ്ക്കാൻ നിനക്കും മടിയാ. പ്രായമുള്ള ഉമ്മമാര് പോലും ഇന്ന് തലമറയ്ക്കാത്ത കാലവാ. അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന പെങ്ങളെ, അത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ. ഇന്ന് ഫർദയിട്ട പെണ്ണ്, ഇന്ന് തലയിൽ തുണിയിടുന്നതൊരു ഫാഷനായടോ. ഇന്ന് പെണ്ണ് തലയിലല്ല ഷാളിടുന്നത്. ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ വല്ലാത്ത സങ്കടം തോന്നുന്ന കാലവാ. 16, 18, 20, 25 വയസ്സുള്ള പെണ്ണുങ്ങളെ കാണിച്ചാ പറയാം അവര് ചെറുപ്പക്കാരാ, അവർക്ക് പക്വതയില്ലാത്തത് കൊണ്ടാ ചെയ്യുന്നതെന്ന്. ഈ 40 കഴിഞ്ഞ നിനക്കിനിയെന്ന് പക്വത വരാനാ ഉമ്മ. ഇനി ഏത് കാലത്താ നീ നന്നാകുന്നത്? 40 കഴിഞ്ഞ ഏത് മനുഷ്യനും നന്നാകുമല്ലോ. പക്ഷേ ഇന്നത്തെ ഉമ്മമാർക്കത് മാറ്റമില്ലല്ലോ. ഫാത്തിമ ബീവി പറയുകയാണ്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ 29ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറയുമ്പോ പെങ്ങളെ, പെങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് യാത്ര പറയുകയാണ്. ലോകത്തോട് യാത്ര പറയുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കൊണ്ടുപോയി ജന്നത്തിൽ ബഖീയിലെ ഖബറടക്കി. രാത്രിയായപ്പോ അലിയാർ തങ്ങൾ ഉറക്കം വരുന്നില്ല. വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു രാത്രി പോലും തന്റെ ഭാര്യയില്ലാതെ കിടക്കാൻ പറ്റുന്നില്ല. അലിയാർ തങ്ങൾ എഴുന്നേറ്റ് ഓടുകയാണ്. പാതിരാത്രി എഴുന്നേറ്റ് ജന്നത്തിൽ ബഖീ എന്ന് പറയുന്ന ഖബർസാറിൽ ചെന്നിട്ട് തന്റെ ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് അലിയാർ തങ്ങൾ പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് അലിയാർ തങ്ങൾ സലാം പറയുകയാ. ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ ഖബറിനകത്ത് കിടക്കുന്ന ഭാര്യയുടെ ചാരത്ത് ചെന്നിട്ട് സലാം പറയുകയാ. സലാം അടക്കാതെ വന്നപ്പോ അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്നോട് പിണക്കമാണോ? നീ എന്നോട് പിണങ്ങിയോ ഫാത്തിമ? നീ എന്നോട് പിണക്കമാണോ ഫാത്തിമ?
ഒന്ന് സലാം അടക്കും ഫാത്തിമ, പെണങ്ങല്ലേ എന്ന് പറഞ്ഞു ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. പടച്ചവനെ, രണ്ടാമതും സലാം അടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങള് ഖബറിന്റെ മുകളിൽ ഇരുന്നിട്ട് ചോദിക്കുകയാ, ഖബറേ എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയോട് പറ സലാം അടക്കാർ, എന്റെ ഫാത്തിമയോട് പറ സലാം അടക്കാർ. എന്റെ പടച്ചവനെ, അലിയാര് തങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാര് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ജീവിതത്തിൽ എനിക്ക് 2 നഷ്ടമുണ്ടായി. എന്റെ ജീവിതത്തിൽ എനിക്ക് 2 നഷ്ടമുണ്ടായി. എന്താണ് 2 നഷ്ടമെന്നറിയോ? ഒന്നാമത്തെ നഷ്ടം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താ. അലിയാര് തങ്ങൾ പറയുകയാ, എനിക്ക് 2 നഷ്ടമാണ് ഉണ്ടായത്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം, അവിടത്തെ വഫാത്ത് എനിക്കുണ്ടായ വല്ലാത്ത നഷ്ടമാണ്. രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? ഫാത്തിമ, നബിതങ്ങൾ മരിച്ചതിന് ശേഷം, അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്തായതിനു ശേഷം പിന്നെ ഒരിക്കൽ പോലും ഫാത്തിമ ചിരിച്ചിട്ടില്ല. അലിയാര് തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നത് വരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഫാത്തിമയുടെ ചിരിയും പോയി. നബി തങ്ങൾ വഫാത്തായപ്പോ നബി തങ്ങളും പോയി, എന്റെ ഫാത്തിമയുടെ സന്തോഷവും പോയി. മരിക്കുന്നത് വരെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിരിച്ചിട്ടില്ലെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, ഈ ഫാത്തിമയാണ് നീ പഠിക്കേണ്ടത്. ഈ ഫാത്തിമയുടെ ജീവിതമാണ് പഠിക്കേണ്ടത്. ആ ഫാത്തിമയുടെ ജീവിതത്തിൽ നിനക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഉപ്പമാർക്ക് പഠിക്കാൻ, ഉമ്മമാർക്ക് പഠിക്കാൻ, പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ ഫാത്തിമാനെ നിങ്ങൾ സ്നേഹിച്ചാ അവരെ ഞാനും സ്നേഹിക്കും, അവരെന്നെ സ്നേഹിച്ചവരെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, ആ ഫാത്തിമയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്.